Welcome, dear students. Today we are continuing with fourth module, staffing and motivation, and today we'll be discussing about the term training. What is actually training? Training is the act of increasing the knowledge and skills of an employee for doing a particular job. So training എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ എംപ്ലോയി ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അയാളെ ആ ഓർഗനൈസേഷൻ്റെ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ സ്കിൽസും നോളജും ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അയാൾക്ക് ആ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെയാണ് ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഇൻക്രീസിങ് ദി നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. For what purpose we are doing such trainings in organizations? Because it makes the newly appointed workers fully productive in the minimum time. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവരെ പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയീസ് ആക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓരോ പുതിയ എംപ്ലോയീസിനും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈക്വലി നെസസറി ഫോർ ദ ഓൾഡ് എംപ്ലോയീസ് whenever new machines, equipments are introduced. In fact, training is a continuous process in the organizations. So now let's see some of the benefits of training. Training helps the employees to acquire the skills to do a job within a short period of time. Training also results in increase the quantity and quality of the output produced by the employees. Then it reduces the need for detailed and constant supervision. It avoids all wastages which lead to less cost of production. It increases the morale of the employee. It increases and creates a feeling of confidence in the mind of employees. And at last, it leads to higher remuneration and benefits of employees. So, ഇത്രയും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ മനസ്സിലാവും എംപ്ലോയീസിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, അവരുടെ ഉള്ളിലുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകാൻ വേണ്ടി നന്നായിട്ടുള്ള കോൺഫിഡൻസ്, ഒരു ഫീലിംഗ് കോൺഫിഡൻസ്, അവരുടെ മൈൻഡിൽ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാകാൻ വേണ്ടി, അതേപോലെ തന്നെ വേസ്റ്റേജ്, പുതിയ എംപ്ലോയീസൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ജോലി അറിയാൻ പാടില്ലാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സോ ഓവറോൾ ബെനിഫിറ്റ്സ് ഓഫ് ദി എംപ്ലോയീസ് ആണ് ട്രെയിനിങ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ട് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് the act of increasing knowledge and skills of an employee for doing a particular job in an organization. Now let's see some of the methods and types of training. Very important questions. Part C അല്ലെങ്കിൽ പാർട്ട് ബിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. ഒരു ലോങ് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് വാട്ട്സ് ട്രെയിനിങ്, ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ്, ദെൻ യു ക്യാൻ റൈറ്റ് ദി മെത്തേഡ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്. First one is on-the-job training. Here, the worker is given training at his workplace by his superior who knows what the trainee should learn to do. It may take any following forms, that is coaching, understudy and position rotation. മെയിൻലി ഒരു സൂപ്പർവൈസർ അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുവാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് നോൺ ആസ് ഓൺ ദി ജോബ് ട്രെയിനിങ്. കാരണം സൂപ്പർവൈസറിന് ഓൾറെഡി അറിയാം ഈ വരുന്ന ട്രെയിനി അല്ലെങ്കിൽ പുതിയ എംപ്ലോയിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫീൽഡിൽ ഇനി മനസ്സിലാകാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പഠിക്കാനുള്ളത്. സോ അവർ കൊടുക്കുന്ന, അവരുടെ ഭാഗത്തു നിന്ന് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് ഓൺ ദി ജോബ് ട്രെയിനിങ്. വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് കംസ് ഇൻ 3 forms: കോച്ചിങ്, അണ്ടർ സ്റ്റഡി ആൻഡ് പൊസിഷൻ റൊട്ടേഷൻ. ഫസ്റ്റ് വൺ ഇസ് കോച്ചിങ്. On-the-job coaching is a procedure by which a superior teaches a job, knowledge and skills to a subordinate. It is learning by doing. ഒരു സുപ്പീരിയർ അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനീനെ അല്ലെങ്കിൽ എംപ്ലോയീനെ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ്, സ്കിൽ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അതിനെയാണ് നമ്മൾ ബേസിക്കലി കോച്ചിങ് അല്ലെങ്കിൽ ഓൺ ദി ജോബ് കോച്ചിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി എ ലേണിംഗ് ബൈ ഡൂയിങ്. നെക്സ്റ്റ് ഇസ് understudy. Here a superior gives training to a subordinate as his study as a understudy. Its purpose is to prepare someone to fill the vacancy caused by death, retirement, promotion or a transfer of the superior. ഇനി സുപ്പീരിയർ ചില ആളുകളെ അവർ ചെയ്യേണ്ട വർക്കിനെ കുറിച്ചായിരിക്കില്ല ഇവരോടൊപ്പം നിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. സോ
ഒരുപാട് നാൾ ഇവരിങ്ങനെ സുപ്പീരിയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സുപ്പീരിയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഭാവിയിൽ ഈ ഏതെങ്കിലും സുപ്പീരിയറിൻ്റെ പോസ്റ്റിലേക്ക് വേക്കൻസി വരുമ്പോൾ, ഇറ്റ് ക്യാൻ ബി അറ്റ് ദ കോസ്റ്റ് ബൈ ഡെത്ത്, റിട്ടയർമെൻറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, സോ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ചിലപ്പോൾ വേക്കൻസീസ് വരാം. സോ ഇങ്ങനെ സുപ്പീരിയറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു വെച്ചാൽ എംപ്ലോയീസിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി അവർ എല്ലാ കാര്യങ്ങളും സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്നും പഠിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഇതേപോലുള്ള അണ്ടർ സ്റ്റഡി ടൈപ്പ് ഓഫ് ഓൺ ദി ജോബ് ട്രെയിനിങ് നമ്മൾ സുപ്പീരിയേഴ്സ് ഡയറക്റ്റായിട്ട് അവരോടൊപ്പം നിർത്തിക്കൊണ്ട് ഈ എംപ്ലോയീസിന് അല്ലെങ്കിൽ ട്രെയിനീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. Another one is position rotation. Its purpose is to broaden the background of trainee in various positions. The trainee is periodically rotated from job to job so that he acquires a general background of different jobs. Basically, job റൊട്ടേഷൻ അല്ലെങ്കിൽ പൊസിഷൻ റൊട്ടേഷനിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു എംപ്ലോയിനെ കുറച്ച് നാളത്തേക്ക് ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അവരുടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ജോബിലേക്ക് അയാളെ കൊണ്ടുപോകും. സോ ഇങ്ങനെ വരുമ്പോൾ പൊസിഷൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പെർട്ടിക്കുലർ എംപ്ലോയിക്ക് എല്ലാ രീതിയിലുള്ള ജോബും നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി കിട്ടും. സോ എല്ലാ ടൈപ്പ് ഓഫ് ജോബും കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു എംപ്ലോയിനെ അല്ലെങ്കിൽ ഒരു ട്രെയിനീനെ ഇങ്ങനെ അതിനുള്ള എല്ലാ സ്കിൽസും നോളജും അക്വയർ ചെയ്യാൻ വേണ്ടിയാണ് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ റൊട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നത്. സോ വേരിയസ് പൊസിഷനിലേക്ക് പീരിയോഡിക്കലി ഇങ്ങനെ എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ എല്ലാ തരത്തിലുള്ള ജോബ്സും ചെയ്യാൻ വേണ്ടി ഇവർ പ്രാപ്തരാകും. നെക്സ്റ്റ് ഇസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. In this, employees are taken through a short course under working conditions that are similar to an actual shop, sales, or office conditions. The trainees avoid confusion and pressure in such working conditions. Thus, they can concentrate on training, and this training is suitable for very special coaching type of requirement jobs. Then they get an opportunity to become accustomed with the work routine and recover from the initial nervousness before going to actual jobs. സോ ബേസിക്കലി വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ട്രെയിനിങ് പ്രോസസ്സിൽ ട്രെയിനീസിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഡയറക്റ്റായിട്ട് ഓർഗനൈസേഷനിലേക്ക് ആദ്യം വിടുന്നില്ല. അതിനു മുമ്പ് അതേപോലെ അവർ വർക്ക് ചെയ്യേണ്ട അതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ആദ്യം ഈ പുതിയ എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ ട്രെയിനീസിനെയോ നമ്മൾ വിടുന്നു. ദെൻ ആ ഒരു സിറ്റുവേഷനിൽ അവർ വർക്ക് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുന്നു. അതെല്ലാം അവർ പെർഫെക്റ്റായിട്ട് ഫിറ്റായി കഴിഞ്ഞാൽ അവരുടെ പേടി അതേപോലെ തന്നെ ഒരു നെർവസ്നെസ്സൊക്കെ ആദ്യം പുതിയ എംപ്ലോയീസിനുണ്ടാകും. അതെല്ലാം മാറിക്കഴിയുമ്പോൾ മാത്രമേ റിയൽ ആയിട്ടുള്ള ഷോപ്പിലേക്ക്, റിയൽ ആയിട്ടുള്ള ഓർഗനൈസേഷനിലേക്ക്, റിയൽ വർക്കിംഗ് കണ്ടീഷനിലേക്ക് അവരെ വിടുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പോൾ ഒരു പൈലറ്റിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ ആ പൈലറ്റ് ആദ്യമേ തന്നെ ഫുൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞ് ആദ്യമേ തന്നെ നമ്മളൊരു റിയൽ എയ്റോപ്ലെയിൻ ഫ്ലൈറ്റ് പറത്താൻ വേണ്ടി വിടില്ല. അതിന് മുന്നേ നമ്മളൊരു അതേപോലത്തെ ഒരു വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടാക്കി അതിൽ ചിലപ്പോൾ താഴെ നിന്ന് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ ഇങ്ങനെ പ്ലെയിൻ നന്നായിട്ട് ഫ്ലൈ ചെയ്ത് ഫുൾ എക്സ്പീരിയൻസ് ആയി എങ്കിൽ മാത്രമായിരിക്കും അവരുടെ ആ ഒരു പേടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് എംപ്ലോയീസിനെ ബോധ്യപ്പെടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ റിയൽ ലൈഫ് അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള വർക്കിംഗ് സിറ്റുവേഷൻസിലേക്ക് വിളിക്കുന്നത്. അതേ സെയിം സംഭവം തന്നെയാണ് ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നത്. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ആർ നോൺ ആസ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഒരു ആക്ച്വൽ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ആക്ച്വൽ ഓർഗനൈസേഷനിലേക്ക് വിടാതെ അതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. Then comes classroom training. It is also known as special courses. Classroom instruction is useful when concepts, attitudes, theories, and problem-solving abilities are to be taught. Mainly, classroom methods followed are conferences, case study, and role playing. ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പുതിയതായിട്ട് വന്ന എംപ്ലോയീസിന് അല്ലെങ്കിൽ ട്രെയിനീസിന് നമ്മളൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയറിൽ ട്രെയിനിങ് കൊടുക്കുന്നു. മേ ബി ചിലപ്പോൾ ചില സ്പെഷ്യൽ കോഴ്സസ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ ആയിട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ സെഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന എംപ്ലോയീസിനൊരു സ്പെഷ്യൽ കോഴ്സ് പ്രോഗ്രാം നമ്മൾ കൊടുക്കും. മേ ബി ഒരു കോൺഫറൻസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ആയിട്ടായിരിക്കാം ഒരു എനി കേസ് സ്റ്റഡി. ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ക്ലാസ് റൂം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. സോ ഒരുപാട്
നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, തിയറീസ്, പ്രോബ്ലം സോൾവിങ്, ടെക്നിക്, സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെയുള്ള ക്ലാസ് റൂം ട്രെയിനിങ് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. ഓൾറെഡി നമ്മൾ സെലക്ഷൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് പഠിക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടൊരു പോയിൻ്റ് ആയിരുന്നു പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻഡക്ഷൻ. ആ ഇൻഡക്ഷനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓറിയൻറ്റേഷൻ. ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഇൻട്രൊഡ്യൂസിങ് ഓർ ഓറിയൻറ്റിങ് എ ന്യൂ എംപ്ലോയി ടു ദ ഓർഗനൈസേഷൻ, ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്, റൂൾസ്, റെഗുലേഷൻസ്, വർക്കിംഗ് കണ്ടീഷൻസ്, വർക്കിംഗ് എൻവയൺമെൻറ്റ്, അതർ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ എക്സെട്ര. ഒരു പുതിയ എംപ്ലോയി ഒരു ഓർഗനൈസേഷനിൽ വന്നു കഴിയുമ്പോൾ മറ്റ് എംപ്ലോയീസായിട്ട് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എൻറ്റയർ ഐഡിയ കൊടുക്കുന്ന സെഷനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് വിളിക്കുന്നത്. സോ ബൈ ദിസ് ട്രെയിനിങ് ദേ can get informations regarding the history, product, organization structure, economy of the organization, then location of the departments, personal policies, practices, and various rules and regulations, safety measures they have to be taken, then grievance procedures, etc. So that's the basic purpose of induction or orientation training. Next comes refresher training. This is meant for all employees of the enterprise. Its purpose is to acquaint the existing employees with the latest methods of performing their jobs and improve their efficiency further. Refresher training നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ്. അവർക്ക് ചിലപ്പോൾ അവർ ഒരുപാട് വർഷം മുന്നേ വന്ന എംപ്ലോയീസ് ആയിരിക്കും. സോ പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ അതൊക്കെ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരെയും അതേപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് റിഫ്രഷർ ട്രെയിനിങ്. സോ അതേപോലെ തന്നെ ന്യൂ എംപ്ലോയീസിനും പോലെ തന്നെ നമ്മൾ ഓർക്കുക എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും ഇതേപോലുള്ള ട്രെയിനിങ് സെഷൻസ് ആവശ്യമാണ്. സോ ഇറ്റ് ഓൾസോ സർവ്സ് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഫോർ ദി എംപ്ലോയീസ്. അതല്ലാതെ നമ്മൾ പണ്ടത്തെ എംപ്ലോയീസിനെ ഒന്നും പുതിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്, IT ഫീൽഡിൽ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ അവർക്ക് ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ വരണമെങ്കിൽ ഇതേപോലുള്ള റിഫ്രഷർ ട്രെയിനിങ് സെഷൻസും അതേപോലെ കോഴ്സസൊക്കെ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. സോ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആർ ആസ് വെൽ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ന്യൂ എംപ്ലോയീസ്. Then last one is apprenticeship training. Under this, both knowledge and skill in doing a particular job are involved. It combines on-the-job training and experience with classroom instructions in particular subjects. The trainees receive wages while learning. It is very much prevalent in printing, building and construction and crafts like mechanics, electronics, etc. Apprenticeship ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്ലാസ് റൂം ട്രെയിനിങ്ങിലൂടെ പഠിക്കുന്നു, അതേ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പോയിട്ട് വർക്ക് ചെയ്ത് റിയലായിട്ട് വർക്ക് ചെയ്ത് നോളജും സ്കില്ലും അക്വയർ ചെയ്യുന്നു. സോ രണ്ടും ഒരേ സമയം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ്. സോ അതുകൊണ്ട് തന്നെ ലേണിങ്ങിൻ്റെ സമയത്ത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് ഒരു ഫെയർ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ വേജും കൂടെ കിട്ടുന്നുണ്ട്. സോ അവർക്ക് ആക്ച്വലി ട്രെയിനിങ്ങിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് അവർ ലേൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇവിടെ വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ്. മെയിൻലി ഏതൊക്കെ ഏരിയാസിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ് പ്രിൻറ്റിങ്, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ ഏരിയാസ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ അപ്രന്റൈസ്ഷിപ്പ് ട്രെയിനിങ് കൂടുതലായിട്ടും എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് അനദർ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഇസ് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്? നമ്മൾ ഓൾറെഡി മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു. എനിവേ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഡയറക്റ്റിംഗ് കൺസേൺസ് ദ ടോട്ടൽ മാനർ ഇൻ വിച്ച് ആൻ മാനേജർ influences the actions of subordinates. It is the final action of a manager in getting others to act after all preparations have been completed. ഡയറക്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി മാനേജർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. എന്താണ് ചെയ്യേണ്ടത് ഡയറക്റ്റിങ്ങിൽ? സബോർഡിനേറ്റ്സിനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ അവരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാനേജർക്ക് ഒരു മാനേജർ എന്ന രീതിയിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതല്ലാതെ മാനേജർക്ക് ഒരു പവർ അല്ലെങ്കിൽ മാനേജർ ഡയറക്റ്റ് ചെയ്യുന്നില്ല എന്ന് എംപ്ലോയീസിന് തോന്നിക്കഴിഞ്ഞാൽ അവരൊരിക്കലും
നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യില്ല. സോ എല്ലാ പ്രിപ്പറേഷൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾ എംപ്ലോയീസിന് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അവരെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ആസ് വെൽ ആസ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്, നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്റ്റിംഗ്. അതുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞു പോവുക. നമ്മൾ ഓൾറെഡി ആ സമയത്ത് ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് ആയതുകൊണ്ടാണ് അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വി ഹവ് ഓൾറെഡി സീൻ. ഐ വിൽ ജസ്റ്റ് റീഡ് ഔട്ട് ദ പോയിൻറ്റ്സ്. Directing is a managerial functions. As we all know, one of the managerial function ആണ് directing. Planning, controlling, staffing, organizing ഒക്കെ പോലെ തന്നെ another management function ആണ് directing. So first point is it is a managerial function. Next point is a linking function. Mainly supervisorsനെയും അതേപോലെ തന്നെ അവരുടെ സബോർഡിനേറ്റ്സിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ തന്നെയാണ് ഡയറക്റ്റിങ്ങും. ദെൻ കംസ് ഇറ്റ്സ് എ പെർവസീവ് ഫംഗ്ഷൻ. പെർവസീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്, മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ലെവൽസിലും, ലോവർ ലെവൽ, മിഡിൽ ലെവൽ, ടോപ്പ് ലെവൽ ആയിക്കോട്ടെ, എല്ലാ ലെവൽസിലും നമ്മൾ പെർഫോം ചെയ്യേണ്ട ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. നെക്സ്റ്റ് ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ആൻഡ് ഡൈനാമിക് ഫംഗ്ഷൻ ആസ് വെൽ ആസ് എ ക്രിയേറ്റീവ് ഫംഗ്ഷൻ. നമ്മൾ ഒരിക്കലും നിന്ന് പോകാത്ത, അല്ലെങ്കിൽ നമ്മൾ നിർത്താൻ പാടില്ലാത്തൊരു ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി കളയരുത് ഈ ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ എൻറ്റയർ പ്രോസസ്സ്, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസ്, അല്ലെങ്കിൽ എത്ര നാൾ ഓർഗനൈസേഷൻ ഉണ്ടോ അത്രയും കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യേണ്ട ഒരു മാനേജറിയൽ ഫംഗ്ഷൻസാണ് ഡയറക്റ്റിംഗ്. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ ഓൾസോ. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഡയറക്ഷൻ്റെ ആ ഒരു രീതിയും ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ദെൻ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ദെൻ കംസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ഷൻ. ഫസ്റ്റ് വൺ, it initiates action. Direction is required to initiate action. The functions of planning, organizing and staffing becomes ineffective without direction. It induces the subordinates to do things as originally planned. നമ്മളൊരു ഓർഗനൈസേഷനിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചു, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അതിന് വർക്കിന് ആവശ്യമായ എംപ്ലോയീസിനെയൊക്കെ സ്റ്റാഫിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനിൽ കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കറക്റ്റായിട്ട് അവർ സൂപ്പർവൈസ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗൈഡ് ചെയ്തില്ലെങ്കിൽ, വി ക്യാൻ സേ ഡയറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അവർ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യില്ല. സോ ഡയറക്ഷൻ ഈസ് വെരി മച്ച് റിക്വയർഡ് ടു ഇനീഷ്യേറ്റ് ആക്ഷൻസ് ഓർ വർക്ക് എമംഗ് എംപ്ലോയീസ്. നെക്സ്റ്റ് ഒരു പോയിൻ്റാണ് ഇറ്റ് എൻഷോർസ് കോർഡിനേഷൻ. Direction ensures mutual understanding and teamwork among employees. Individual efforts are directed to achieve enterprise objectives. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് എംപ്ലോയീസിനും ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്സ്, ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കാം. സോ ഇവരെല്ലാവരും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ കോർഡിനേഷൻ എൻഷുർ ചെയ്യാൻ പറ്റുന്നത് ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷനിലൂടെ മാത്രമാണ്. Then comes it improves efficiency. A manager tries to get maximum work from his subordinates. This will be possible only through proper direction. This results in improved efficiency of workers. മാനേജേഴ്സിനാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി. ഓരോ വർക്കറും അല്ലെങ്കിൽ മാനേജറിൻ്റെ കീഴിൽ വരുന്ന ഓരോ സബോർഡിനേറ്റും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എങ്ങനെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലൂടെയാണ് വരുന്നത്. സോ ഇറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി എമംഗ് എംപ്ലോയീസ് ഓൾസോ. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ചേഞ്ചസ്. ചിലപ്പോൾ നമുക്ക് പുതിയ പുതിയ ചേഞ്ചസ് അല്ലെങ്കിൽ പുതിയ പുതിയ സിറ്റുവേഷൻസ് കമ്പനിയിൽ കൊണ്ടുവരണമെന്നുണ്ട്. സോ അങ്ങനെയുള്ള ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരോട് പറയണമെങ്കിൽ ഇതേപോലെ ഒരു ഡയറക്ഷൻ പവർ അല്ലെങ്കിൽ ഒരു സൂപ്പർവിഷൻ ഓർ ഗൈഡൻസ് പവർ മാനേജേഴ്സിൻ്റെ കയ്യിൽ ഉണ്ടാവണം. സോ എ ബിസിനസ് ഓപ്പറേറ്റ്സ് ഇൻ ചേഞ്ചിങ് എൻവയൺമെൻറ്റ്, ആസ് വി ഓൾ നോ ദാറ്റ്, because new situations arise quite frequently. A proper system of direction will help the employees to incorporate and implement these changes. എന്ത് ചേഞ്ച് വന്നാലും കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷൻ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ആ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കും. Then comes it provides stability. Effective leadership, supervision and motivation will help in the smooth growth of an organization. A growing enterprise can provide stability to its activities. പ്രോപ്പർ സ്റ്റെബിലിറ്റി ഒരു ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ വേണ്ട 3 കാര്യങ്ങളാണ് ലീഡർഷിപ്പ്,
supervision and motivation, as well as one point ഉണ്ട് communication. നമുക്ക് LCM എന്ന് പറയാം. സോ ഡയറക്ഷനിൽ ഈ 3 എലമെൻറ്റ്സും അടങ്ങിയിട്ടുണ്ട്. ലീഡർഷിപ്പ് ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ അങ്ങനെ ഡയറക്ഷനിൽ ഈ 3 എലമെൻറ്റ്സും ഉള്ളത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഓർഗനൈസേഷനെ ആ ഒരു സ്റ്റെബിലിറ്റിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്. സോ അൾട്ടിമേറ്റ്ലി the function of management directing provides stability and growth in the organizational activities. So these are the various importance of directing. And last one, elements of directing. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു ഡയറക്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു മാനേജറെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക? ഹി ഷുഡ് ഇഷ്യൂ ഓർഡേഴ്സ് അറ്റ് റൈറ്റ് ടൈം, then he should supervise, then he should communicate with the employees, as well as he should motivate them, then he should be a good leader to them, and at last he should coordinate the efforts of employees towards the achievement of overall objectives of the organization. So these are the various elements or process of directing: issuing orders, then supervision or guidance, proper communication, motivation, ലീഡർഷിപ്പ് ആൻഡ് കോർഡിനേഷൻ. ഇതിൽ ഓരോ പോയിൻറ്റും സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. സോ ടിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്.